ക്രിസ്മസ് ഒരുക്കം ഒന്നാം ദിനം. പുൽക്കൂട് നിർമ്മാണം. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതാണ് പുൽക്കൂടെന്ന്. രണ്ടാം ദിനമായപ്പോഴേക്കും വീണ്ടും അത് പൊളിച്ചു പണിതു. കുറച്ചുകൂടി ചെറിയൊരു പുൽക്കൂട്. പണിയും തോറുമാണ് നമുക്ക് ഐഡിയകൾ വികസിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ആർട്ടിസ്റ്റ്. ഇങ്ങനെ ഐഡിയകളുടെ വികാസം മൂലം അതും ഒടിച്ചു വീണത് ഞങ്ങൾ മൂന്നാമത് വേറൊരു സ്ഥലത്തേക്ക് പുൽക്കൂട് മാറ്റി. ഫൈനലി ഇവിടെയാണ് പുൽക്കൂട് ഉണ്ടായത്. ജസ്റ്റ് ഒരു ക്രിസ്മസ് വൈബ് സ്വയം തോന്നാൻ വേണ്ടി മാത്രം ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഈ പരിപാടി. പിന്നെ എല്ലാവരും അത് ഏറ്റെടുത്ത് അതങ്ങ് സീരിയസ് ആയി ഗൈസ്. പിന്നെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സംഭവം കളറാക്കി. ഏകദേശം അടിസ്ഥാനമായിട്ടോ. സൈഡിലൂടെ ഒരു നീർച്ചാലൊഴുകുന്നുണ്ട്. ഇപ്പോൾ വെള്ളം വരുന്നില്ല, വെള്ളം വരും. അങ്ങനെ ഞങ്ങളുടെ ഒരുക്കം മൂന്നാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നാണ് ഫൈനൽ ഡേ. ഇന്നാണ് കരോട് വരുന്നത്. രാവിലെ എപ്പോഴും നമ്മുടെ കിണറൊക്കെ പ്ലിങ്ങായിപ്പോയി. മഞ്ഞ് വീണിട്ട് പേപ്പർ കീറിപ്പോയി. ആദ്യത്തെ ഇന്നത്തെ പരിപാടി മഞ്ഞ് വീഴിക്കുക. ഒറിജിനൽ മഞ്ഞല്ല, ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞ് വീഴിക്കുക. അത് കഴിഞ്ഞ് എന്ത് വേണം? കുറച്ച് മരമൊക്കെ വേണ്ടേ? മഞ്ഞൊക്കെ വീഴണ്ടേ? അങ്ങനെ മരവും കുത്തിവെച്ചു. അപ്പോഴേക്കും ഏകദേശം സംഭവമൊക്കെ ആയി. ഇനി നേരെ നമ്മളുടെ ഉണ്ണീശോ സെറ്റും കൂടെ ഒരുക്കി നമ്മുടെ ഉണ്ണീശോനെയും വെച്ച് ഇപ്പം ഏകദേശം ഫൈനലായി ഗൈസ്. ഇനി നൈറ്റ്. ഇതായിരുന്നു ഫൈനൽ ലുക്ക്. വൈകുന്നേരം ലൈറ്റ് വന്നപ്പോഴാണ് ഏകദേശം അതിനൊരു കുറച്ച് ഭംഗി വന്നത്. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറത്ത് ഒരു നല്ലൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ പറ്റി. ഒരു കുഞ്ഞു പുൽക്കൂടാണ് കേട്ടോ. കുഞ്ഞു ഉണ്ണീശോയ്ക്ക് കുഞ്ഞു പുൽക്കൂട്. അങ്ങനെ നമ്മൾ ആ വൈബ് പിടിച്ചങ്ങ് വരുമ്പോഴേക്കും എന്ത് വന്നു? കരോൾ. ഇനി നിങ്ങളത് പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്.